ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ഡീകമ്പോസിഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് ആർക്കാണ്? ഡിപ്പെൻഡൻസീസ് ആണ്. അതായത് ഒറിജിനൽ റിലേഷനിൽ ഉണ്ടായിരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എല്ലാം തന്നെ ആ ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്താലും പ്രിസർവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതുന്ന സമയത്ത് എന്താണ്? F1 യൂണിയൻ F2 യൂണിയൻ F3 യൂണിയൻ അപ് ടു Fn ഹോൾ ക്ലോഷർ ഇസ് ഈക്വൽ ടു എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ റിലേഷൻ ഉണ്ടായിരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്തായിരുന്നു അത്രയും ഡിപ്പെൻഡൻസീസ് നമ്മൾ തന്നിരിക്കുന്ന സബ് റിലേഷൻസ് എല്ലാത്തിൻ്റെയും ഡിപ്പെൻഡൻസീസിന്റെ ക്ലോഷർ കാണുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതേ കാര്യം നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 4 ആട്രിബ്യൂട്ട്സ് വരുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അതിൽ വരുന്ന 4 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ സബ് റിലേഷൻസ് ആക്കി മാറ്റിയേക്കാണ്. ഇവിടെ 3 സബ് റിലേഷൻസ് ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഈ 3 റിലേഷൻസും ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് പ്രിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഓരോ റിലേഷൻസിനെയും അതുപോലെ എഴുതാം. R1 ഓഫ് എ ബിയും ദെൻ R2 ഓഫ് ബി സി ഇതാണ് നമ്മളുടെ 3 സബ് റിലേഷൻസ്. സോ ഫസ്റ്റിലെ സബ് റിലേഷൻസിൽ ഏതെല്ലാം പോസിബിൾ ഡിപ്പെൻഡൻസീസ് വരാം എന്നുള്ളതാണ് നമ്മളിത് ഫസ്റ്റ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് ഓരോ സബ് റിലേഷൻസിലും 2 ആട്രിബ്യൂട്ട്സ് വെച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പോസിബിൾ കോമ്പിനേഷൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രിവിയൽ ഡിപ്പെൻഡൻസീസ് നമ്മൾ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യും. എന്ന് വെച്ചാൽ എ ഡിറ്റർമിൻസ് എ എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഇതിനകത്ത് വരുന്ന ഒരു ഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ എ ബി ഡിറ്റർമിൻസ് എ ബി എന്നുള്ളതും ഇതിനകത്ത് ട്രിവിയൽ ആയിട്ട് വരുന്നത്, അതിനെ അവോയ്ഡ് ചെയ്യും. അത് 2 ഗ്രൂപ്പുകളും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏതെല്ലാം പോസിബിൾ ആയിട്ടുള്ള ഡിപ്പെൻഡൻസീസ് ആ ടേബിളിനകത്തുണ്ടോ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ ഈ ട്രിവിയൽ ഒഴിവാക്കി കഴിഞ്ഞാൽ എയിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് ബി എയും തിരിച്ച് ബിയിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് എയും ആണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എങ്ങനെയാണ് ട്രിവിയൽ ഡിപ്പെൻഡൻസീസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 2 പോസിബിലിറ്റീസ് ആണ് ഈ ഒരു റിലേഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ R1ലുള്ള ഈ ഓരോ റിലേഷൻസും നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ റിലേഷനിൽ മെയിൻ റിലേഷനിൽ വാലിഡ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡിറ്റർമിൻസ് ബി എന്നുള്ളത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എ ഡിറ്റർമിൻസ് ബി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസി വാലിഡ് ആണ് R1നകത്ത്. ഓക്കെ, ദെൻ ബി ഡിറ്റർമിൻസ് എ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഡയറക്ട്ലി ബി ഡിറ്റർമിൻസ് എ വന്നിട്ടില്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇതിനകത്ത് ബി എയെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയുടെ ക്ലോഷർ ആണ് കാണാൻ പോകുന്നത്. ബിയുടെ ക്ലോഷർ കാണുമ്പോൾ ബി വെച്ചുകൊണ്ട് ഏതെല്ലാം ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ മെയിൻ റിലേഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ബിയിൽ നിന്ന് ബി തന്നെ ഡിറ്റർമിൻ ചെയ്യും. ദെൻ ബിയിൽ നിന്ന് സി വരുന്നുണ്ട്, സിയിൽ നിന്ന് ഡി വരുന്നുണ്ട്, ദെൻ ഡിയിൽ നിന്ന് എ വരുന്നുണ്ട്, പിന്നെ എയിൽ നിന്ന് ബി ഓൾറെഡി വന്നു. ദാറ്റ് മീൻസ് എല്ലാ ആട്രിബ്യൂട്ട്സിനും ബി വെച്ചുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായിരുന്നു ചെക്ക് ചെയ്യുന്നത്? ബി കൊണ്ട് എയെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് വാലിഡിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബിയുടെ ക്ലോഷർ കാണുമ്പോൾ ഇവിടെ എ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസിയും വാലിഡ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത റിലേഷനിലോട്ട് പോകുമ്പോൾ ഇതേ കോൺസെപ്റ്റ്, അതായത് ട്രിവിയൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കിയിട്ട് ബാക്കി പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എടുക്കും. അപ്പോൾ ബിയിൽ നിന്ന് സി എയും ഡിറ്റർമിൻ ചെയ്യാം, സിയിൽ നിന്ന് ബി എയും ഡിറ്റർമിൻ ചെയ്യാം. ഇനി ഇത് വാലിഡ് ആണോ എന്ന് നമ്മളുടെ മെയിൻ റിലേഷനിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബി ഡിറ്റർമിൻസ് സി എന്നുള്ളത് ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അത് വാലിഡ് ആണ്. സി ഡിറ്റർമിൻസ് ബി എടുക്കുമ്പോൾ അവിടെ ഡയറക്ട്ലി ഇല്ല, അപ്പോൾ ഇൻഡയറക്ട്ലി കിടക്കുന്നുണ്ടോ, അതായത് ഹിഡൻ ആയി കിടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ സിയുടെ ക്ലോഷർ കണ്ടുനോക്കാം. സിയിൽ നിന്ന് സിയെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നു, സിയിൽ നിന്ന് ഡി വന്നു, ഡിയിൽ നിന്ന് എ വന്നു, എയിൽ നിന്ന് ബിയും വന്നു. ഇനി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? സിയിൽ നിന്ന് ബി വരുന്നുണ്ടോന്ന്. സിയിൽ നിന്ന് ഇവിടെ ബി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസിയും വാലിഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ R3 എന്നുള്ള റിലേഷനിൽ പോകുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എഴുതുമ്പോൾ സി ഡിറ്റർമിൻസ് ഡിയും വരും, ഡി ഡിറ്റർമിൻസ് ടിയും വരും. ഓക്കെ, ഇനി വാലിഡിറ്റി ചെക്ക് ചെയ്യണം. സി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞുകൊണ്ടോ അവിടെ വന്നിട്ടുണ്ട്, ഡയറക്ട്ലി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആണ്. നെക്സ്റ്റ് ഡി ഡിറ്റർമിൻസ് സി എന്നുള്ളത്, ഡി ഡിറ്റർമിൻസ് സി ഇവിടെ ഡയറക്ട്ലി തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ക്ലോഷർ കണ്ടുനോക്കാം ഡിയുടെ. ഇപ്പൊ ഡി വരും, ദെൻ ഡിയിൽ നിന്ന് എ വരുന്നുണ്ട്, എയിൽ നിന്ന് ബി വന്നിട്ടുണ്ട്, ബിയിൽ നിന്ന് സി വന്നിട്ടുണ്ട്, എ ബി സി ഡി എല്ലാം വന്നു.
ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഡിയിൽ നിന്ന് സി വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഡിയിൽ നിന്ന് ഇവിടെ സി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസിയും ഇവിടെ വാലിഡ് ആയിട്ടാണ്. ഇനി നമ്മളിത് ഡിപ്പെൻഡൻസി പ്രിസർവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിയൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള മെയിൻ റിലേഷനിലുള്ള ഡിപ്പെൻഡൻസീസ് കിട്ടണം. അപ്പോൾ നമുക്കിത് യൂണിയൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ളതിനെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും വാലിഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂണിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഡിറ്റർമിൻസ് ബി വന്നു, ബി ഡിറ്റർമിൻസ് എ വന്നു, ദെൻ ഇവിടെ നിന്ന് ബി ഡിറ്റർമിൻസ് സി ആൻഡ് സി ഡിറ്റർമിൻസ് ബി, ദെൻ ഇവിടെ R3യിൽ നിന്ന് സി ഡിറ്റർമിൻസ് ഡിയും ഡി ഡിറ്റർമിൻസ് സിയും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിയൻ ചെയ്താൽ കിട്ടുന്നത്. ഇത് അത്രയും നമ്മളുടെ ഗിവൺ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ആയിട്ട് മാച്ചിങ് ആണോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എ ഡിറ്റർമിൻസ് ബി ആയിരുന്നു, എ ഡിറ്റർമിൻസ് ബി ഇവിടെ വന്നിട്ടുണ്ട്, ഇത് വാലിഡായി. ദെൻ ബി ഡിറ്റർമിൻസ് സി, ബി ഡിറ്റർമിൻസ് സിയും ഇവിടെ വന്നിട്ടുണ്ട്, അതും വാലിഡാണ്. ദെൻ സി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് പോയി സി ഡിറ്റർമിൻസ് ഡി, അതും ഇവിടെ വന്നിട്ടുണ്ട്, അതും വാലിഡാണ്. ദെൻ ഡി ഡിറ്റർമിൻസ് എ, ഡി ഡിറ്റർമിൻസ് എ ഇവിടെ ഡയറക്റ്റ്ലി കിട്ടിയിട്ടില്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇതിനകത്ത് കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിയുടെ ക്ലോഷർ കാണുകയാണ്. ഡിയുടെ ക്ലോഷർ നമ്മൾ കാണുന്നത് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയ ഡിപ്പെൻഡൻസിയിൽ നിന്നാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഡിയുടെ ക്ലോഷർ കാണുമ്പോൾ ഡി വരും. ദെൻ ഡിയിൽ നിന്ന് ഇവിടെ സി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, സിയിൽ നിന്ന് ബി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ബിയിൽ നിന്ന് സി ആണ്, പിന്നെ ബിയിൽ നിന്ന് എ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ബി സി ഡി എല്ലാം വന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡി ഡിറ്റർമിൻസ് എ വാലിഡ് ആണോ എന്നുള്ളതാണ്. ഡി ഡിറ്റർമിൻസ് എ, ഡിയുടെ ക്ലോഷർ കാണുമ്പോൾ എ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഡി ഡിറ്റർമിൻസ് എ എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ വാലിഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ചാൽ ഗിവൺ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണോ അത് തന്നെ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ഡീകമ്പോസിഷൻ ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണെന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ഇതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസോട് കൂടിയാണ് വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, എ മുതൽ ഇ വരെയുള്ളത് 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ ഡിപ്പെൻഡൻസീസ് 3 തന്നിട്ടുണ്ട്, ഒപ്പം അതിനെ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട് R1 R2 എന്ന് പറഞ്ഞിട്ട്. R1 വരുന്നത് 4 ആട്രിബ്യൂട്ട്സിന്റെ ഒരു റിലേഷനാണ്, R2 എന്ന് പറയുന്നത് 2 ആട്രിബ്യൂട്ട്സ് വരുന്ന റിലേഷനാണ്. ഇതുപോലെ 2 ആട്രിബ്യൂട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എഴുതാൻ വളരെ ഈസിയാണ്, അവിടെ ടൈം അധികം പോവില്ല. പക്ഷെ ഇത് നോക്കിയാൽ ഇവിടെ 4 ആട്രിബ്യൂട്ട്സ് വന്നു, അപ്പൊ അതിനനുസരിച്ച് അവിടെ കോമ്പിനേഷൻസും കൂടും. അതുകൊണ്ട് തന്നെ അത് ഫുള്ള് എഴുതിയിട്ട് അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കുറേ സമയം പോവുകയാണ്. ഇപ്പൊ നിങ്ങളൊരു ഗേറ്റോ നെറ്റോ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ സമയം അങ്ങനെ പോകും. അങ്ങനത്തെ കേസിൽ നമ്മൾ കുറച്ചും കൂടി ഈസി വേയിൽ ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ പോകുന്നത് തന്നിരിക്കുന്ന മെയിൻ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിലോട്ടാണ്. അപ്പൊ മെയിൻ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിലെ ഫസ്റ്റ് ഡിപ്പെൻഡൻസി ഏതാണ്? എ ഡിറ്റർമിൻസ് ബി സി എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന 3 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? എയും ബിയും സിയും. സോ ഈ ഒരു 3 ആട്രിബ്യൂട്ട്സും വരുന്ന ടേബിൾ ഏതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ R1 എന്നുള്ള റിലേഷനിലാണ് എയും ബിയും സിയും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസി ഈ ഒരു ടേബിളിനകത്ത് മസ്റ്റ് ആയിട്ട് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുകയാണ് എ ഡിറ്റർമിൻസ് ബി സി എന്നുള്ളത് ഈ ടേബിളിനകത്ത് വാലിഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളുടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സി ഡിറ്റർമിൻസ് ഡി ഇ എന്ന് പറയുന്നത്. ഇത് ഏത് ടേബിളിനകത്ത് വരും എന്ന് നോക്കാം. ഈ ഒരു റിലേഷൻ, ഈ ഒരു ഡിപ്പെൻഡൻസി ഒരിക്കലും ഒരു ടേബിളിനകത്ത് ഫുൾ ആയിട്ട് വരില്ല. കാരണം സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും ആട്രിബ്യൂട്ട്സ് R1 എന്നുള്ള റിലേഷനിലാണ്, പക്ഷെ ഈ കിടക്കുന്നത് R2 റിലേഷനിലാണ്. ദാറ്റ് മീൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഡിപ്പെൻഡൻസി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിപ്പെൻഡൻസിയെ തന്നെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സി ഡിറ്റർമിൻസ് ഡി എന്ന് എഴുതാം, അതുപോലെ തന്നെ സി ഡിറ്റർമിൻസ് ഇ എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ഡിപ്പെൻഡൻസീസ് ഏതിലെങ്കിലും വരുന്നുണ്ടോ നോക്കാം. സി ഡിറ്റർമിൻസ് ഡി എന്നുള്ളത് ഈ ഒരു R1 റിലേഷനിൽ വരും, കാരണം സിയും ഡിയും R1 വന്നേക്കുന്ന 2 ആട്രിബ്യൂട്ട് ആണ്. സോ ഈ ഒരു റിലേഷനിൽ നമ്മൾ ഈ R1 എന്നുള്ള ടേബിളിനോട്ടേക്ക് ആണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സി ഡിറ്റർമിൻസ് ഡി എന്നുള്ളത് ഇവിടെ വാലിഡ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സി ഡിറ്റർമിൻസ് ഇ ഉണ്ടോ? സി ഡിറ്റർമിൻസ് ഇ എന്നുള്ളത് പറ്റില്ല, കാരണം സി വരുന്നത് ഈ ഒരു
റിലേഷനിലും ഇ വരുന്നത് R2 എന്ന് പറയുന്ന റിലേഷനിലാണ്. അപ്പോൾ അത് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഡിപ്പെൻഡൻസിയിലോട്ട് പോവാം, ഡി ഡിറ്റർമിൻസ് സി എന്നുള്ളത്. ഇതിവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്, കാരണം ഡിയും ഇയും R2 എന്നുള്ള റിലേഷനിൽ വരുന്ന 2 ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ ഡി ഡിറ്റർമിൻസ് ഇ എന്നുള്ളത് ഉറപ്പായിട്ടും R2 റിലേഷനിൽ വാലിഡ് ആയിരിക്കും. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ യൂണിയൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാകുമോ കിട്ടുമോ എന്നുള്ളതാണ്. സോ നമുക്കിതിനെ യൂണിയൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിപ്പെൻഡൻസീസ് എ ഡിറ്റർമിൻസ് ബി സി, സി ഡിറ്റർമിൻസ് ഡി, ഡി ഡിറ്റർമിൻസ് ഇ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് അത്രയും ഈ ഒരു ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എ ഡിറ്റർമിൻസ് ബി സി എന്നുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ വന്നിട്ടുണ്ട്, അത് അവിടെ വാലിഡ് എന്ന് വെച്ചാൽ എ ഡിറ്റർമിൻസ് ബി സി എന്നുള്ളത് പ്രിസർവ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ സി ഡിറ്റർമിൻസ് ഡി ഇ. നമ്മൾ ഇവിടെ രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു ഇതിനെ. അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്നത് ഈ 2 ഡിപ്പെൻഡൻസീസും ഇതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ സി ഡിറ്റർമിൻസ് ഡി എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പകുതി പോർഷൻസ് ഇവിടെ പ്രിസർവ്ഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, സി ഡിറ്റർമിൻസ് ഇ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ സി ഡിറ്റർമിൻസ് ഇ ഇവിടെ ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഇൻഡയറക്ട്ലി അതായത് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇവിടുത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ സിയുടെ ക്ലോഷർ ആണ് കാണാൻ പോകുന്നത്. സിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സിയിൽ നിന്ന് സി എന്തായാലും വരും, ദെൻ സിയിൽ നിന്ന് ഡി വരുന്നുണ്ട്, ഡിയിൽ നിന്ന് ഇ വരുന്നുണ്ട്. ഇത്രയും ഡിപ്പെൻഡൻസീസ് വരും. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഫോമിലോട്ട് എഴുതുകയാണെങ്കിൽ സി ഡിറ്റർമിൻസ് സി ഡി ഇ എന്നുള്ളതിലാണ് കിട്ടുന്നത്. അപ്പൊ നോക്കിയ സിയുടെ ക്ലോഷർ കണ്ടപ്പോൾ നമുക്ക് ഇ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി ഡിറ്റർമിൻസ് ഇ എന്നുള്ളതും ഇവിടെ ഈ ഒരു ഡീകമ്പോസിഷനിൽ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ, ഡി ഡിറ്റർമിൻസ് സി. അതിവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണോ അത് തന്നെയാണ് ഡീകമ്പോസിഷൻ ചെയ്തപ്പോഴും പ്രിസർവ് ചെയ്ത് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ ചെയ്താൽ തന്നെ മിക്കവാറും കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ഡീകമ്പോസിഷൻ എന്താണ്, അതിൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.